മാലപ്പടക്കന്മാര് മണ്ണിലിട്ട് നിങ്ങൾ പിലോപ്പി പിടിക്കണുണ്ടാ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോന്നോട്ടാ. നമ്മുടെ വരാലോളത്തിൽ നമ്മളിന്ന് എന്താ സെൻറ്ററിലേക്ക് തന്നെ കാസ് ചെയ്തിട്ടുണ്ട്. അധികം നേരം കാത്തിരിക്കണ വന്നില്ല കേട്ടോ. നമുക്കൊരു പിലോപ്പി കയറി അടിച്ചിട്ടുണ്ട്. അവൻ്റെ സിമ്പിളായിട്ട് നമ്മളത് വലിച്ചു കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വലിപ്പൊന്നുമില്ല. ഇതേപോലത്തെ ഒരു 5 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വറക്കാളതായിട്ടാ. അങ്ങനെ അവനെ നമ്മൾ നേരെ കവറിലിട്ടോ. നമ്മുടെ ബാസേട്ട അപ്പുറത്തുനിന്ന് വിളിക്കണണ്ട. ബാസേട്ടനും ബാസേട്ടൻ്റെ ചൂണ്ടക്കാരനും കൂടി ഇതാ ഉച്ചയ്ക്ക് തന്നെ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു കടുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം ഒരു ടിസ്റ്റ്. നമ്മുടെ ഉണ്ടം കൊടുത്ത ചൂണ്ടല്ല അവർക്ക് കടു കയറി അടിച്ചിട്ട് ആ ചൂണ്ടനെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ദോശം നമ്മുടെ ഉണ്ടെന്ന് ചൂണ്ടാനായിട്ട് വന്നില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ എന്തായാലും ബാസേട്ടനുള്ള ഒരു അലമ്പ് നമുക്കിന്ന് കാണാം. കണ്ടില്ലേ അവൻ്റെ ചൂണ്ട ഇമ്മാരി ഒടിച്ചിട്ടിട്ടാ കടുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് അവർ പിടിച്ചിട്ടുള്ള മീനോളം നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഈ കൊല്ലി നിറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മീനോളം അവർക്ക് കിട്ടിയിട്ടാ. കുറച്ച് കടിയുമ്പരാലും പിലോപ്പിക്ക് അവർ കിട്ടിയിട്ടില്ല. അത് നമ്മൾ ബാസേട്ടൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു പിലോപ്പി അടിച്ചു. അവനാണ് നമ്മുടെ ആദർശിത ഹുക്കപ്പ് ചെയ്തിട്ടാ. അവന് നമ്മൾ കവറിലിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ വാരാലോളത്തിൽ ഇഷ്ടംമാതിരി ചൂണ്ടക്കാർ വന്നിട്ടുണ്ട്. 4 മുക്കിലിൻ്റെ ചൂണ്ടക്കാർ നിറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം നമ്മുടെ ആദർശിത ചൂണ്ടാനായിട്ട് വീണ്ടും ഇരുന്നുണ്ട്. നമുക്കിത് മാലപ്പടക്കം കിട്ട പോലെ തന്നെ 2 അടുപ്പിച്ച് കിട്ടിയിട്ടാ. ചേട്ടനെ നീനാന്ന് തോന്നുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മാലപ്പടക്കം കിട്ടാൻ ഇതേപോലെ 3 4 ആക്കിയിട്ട് നമ്മൾ ചൂണ്ടാമ കിട്ടൂട്ടാ. അങ്ങനെ അവസാനം ഒരു പിലോപ്പിന് പിടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് കിട്ടിയ മീനെ പകുതി നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കൊടുത്തുട്ടാ. അങ്ങനെ കിട്ടിയ മീൻ ഇത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ.